ആ ഉടുപ്പൊക്കെ പഴയതാണ്, നിനക്ക് പുതിയ ഉടുപ്പ് തരും കേട്ടാ. ഉസ്താദ് പുതിയ ഉടുപ്പ് മേടിച്ചു തരും. എൻ്റെ മോള് വിഷമിക്കും കേട്ടാ. ഈ വലിയ ഒച്ചപ്പാടുകൾക്കിടയിലെ നിശബ്ദമായി പോകുന്ന കുറേ മനുഷ്യരുണ്ട്. അവിടെ നിന്ന് ശബ്ദം പലപ്പോഴും ആളുകൾ കേൾക്കാറില്ല. അവർ കഴിക്കുന്നത് ദുഃഖമായിരിക്കും എപ്പോഴും അവരിങ്ങനെ അവിടെ തൊണ്ടക്കുടി നിറങ്ങുന്നത്. അവർ കുളിക്കുന്നത് പോലും കണ്ണുനീര് കൊണ്ടാണ്. അങ്ങനത്തെ ഒരേ അനേകായിരം മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഈ കാണുന്ന കുഞ്ഞ് ഓട്ടിസം ബാധിച്ച കുഞ്ഞാണ്. ഇപ്പോൾ ഏതാണ്ട് 20 വയസ്സുണ്ട് ആ കുട്ടി. ആ കുട്ടിയുമായിട്ട് ഉമ്മ, അവർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, മറ്റുള്ളവൻ്റെ മുമ്പിൽ പോയി യാചിക്കാനും അതുപോലെ തന്നെ സുഭദ്രമായി മഴ പെയ്യുമ്പോൾ അടച്ചുറപ്പുള്ളൊരു മുറിയിൽ കിടക്കാനുമുള്ളൊരു കൊതി കൊണ്ടാണ് നമ്മളെ സമീപിച്ചത്. അൽഹംദുലില്ലാ, നിങ്ങളുടെയൊക്കെ അളവറ്റ ഔദാര്യം കൊണ്ട് ഒരു 18 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ വന്നു. അപ്പം ഞാനത് നിങ്ങളുടെയൊക്കെ മുമ്പാകെ തന്നെ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞാൻ കൊച്ചിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുക, അതാണ് സന്തോഷം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സന്തോഷമായ പൈസ കിട്ടി. നീ എൻ്റെ അന്ന് പൈസ വെച്ചില്ലേ? എന്നാ പൈസ കിട്ടിയില്ലേ? സന്തോഷമായ സന്തോഷം. ഇന്ന് ദ്വാരുന്നു എല്ലാവർക്കും വേണ്ടി. ആമീൻ. അല്ലാഹു എല്ലാവരും കാക്കണം. നമ്മളെല്ലാവർക്കും വേണ്ടി ദ്വാരുന്നുണ്ട്. നീ എല്ലാവരും സഹകരിച്ചവർക്കും അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടട്ടെ. ദുആ ചെയ്യാൻ എല്ലാ പ്രാർത്ഥനയിലും ഉണ്ട്. എല്ലാവരും എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്ത് എല്ലാവർക്കും നല്ലത് വേണ്ടെന്ന് ഞാൻ ദുആ ചെയ്യുക. എല്ലാവരും അള്ളാഹു സ്വീകരിക്കട്ടെ. പിന്നെ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ആളുകളുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതമാണ് നിങ്ങളുടെ കയ്യിൽ തന്നത്. അപ്പം നിങ്ങൾ അതുകൊണ്ട് വീട് മേടിക്കണം. വേറുള്ള കാര്യങ്ങൾക്കൊന്നും അത് പൈസ ചെലവഴിക്കത്തില്ല എന്നറിയാം. എന്നിരുന്നാലും ആളുകൾക്ക് എന്നിലുള്ള വിശ്വാസവും നിങ്ങളുടെ നിസ്സഹായതയും കണ്ടുകൊണ്ടാണ് ആളുകൾ പൈസ തന്നില്ലേ മുത്തേ, പൈസ തന്നില്ലേ, ഇനി എൻ്റെ മുത്ത് സ്വസ്ഥമായിട്ട് കിടക്കട്ടാ. ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുക. അത് നഷ്ടപ്പെട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാലേ, നാളെ ഇതിനേക്കാൾ നിസ്സഹായരായ മനുഷ്യർ വരുമ്പം ഇതൊക്കെ തരികടയാണെന്ന് പറഞ്ഞ ആളുകൾ ഒന്നും തരാതെ വരും. നമ്മൾ കാരണം മറ്റുള്ളവൻ്റെയൊക്കെ നന്മകൾ, ഹൈറുകൾ അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടാതെ വരും. നമ്മുടെ സ്നേഹവായ്പോടുകൂടി പറയാണ്, അവിടെ കല്യാണത്തിന്റെ ടൈം വരുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്നെ അറിയിക്കാം. ഉടുപ്പൊക്കെ ഉണ്ട്. നിനക്ക് ഉടുപ്പും തരും ഉസ്താദ്. ആരെങ്കിലും ഒക്കെ അവർക്ക് 2-3 കൂടി ഉടുപ്പ് കൊടുക്കണേ, മേടിച്ചു കൊടുക്കണം കേട്ടാ. എൻ്റെ മൂക്ക് കേട്ടാ, ഉടുപ്പ് തരും കേട്ടാ. ഇൻഷാ അല്ലാഹ് കറാഹത്താവും. അപ്പം അൽഹംദുലില്ലാ, അല്ലാഹു തആല നിങ്ങളുടെയൊക്കെ ഈ ഔദാര്യ മനസ്ഥിതി, അതുപോലെ വിശാലമായ ചിന്ത അല്ലാഹു നിലനിർത്തട്ടെ. അക്കാരണം കൊണ്ട് പടച്ചവൻ നമുക്ക് വരുന്ന പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് അല്ലാഹു തആല മോചനം നൽകുമാറാകട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞു, ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഈ 4 സ്ത്രീകൾ, അതിലൊന്ന് ഈ ഓട്ടിസം ബാധിച്ച കുട്ടിയുടെ അവസ്ഥ അറിയത്തില്ലേ. ഈ രോഗം മാറുന്നില്ലല്ലോ. ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ മൂത്രമാണെങ്കിലും കഷ്ടമാണെങ്കിലും കുളിപ്പിക്കലാണെങ്കിലും ഒക്കെ ഈ ഒരു സഹോദരൻ, എന്തെല്ലാം നമുക്ക് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ പറയാനുണ്ടെങ്കിലും അവർ ചെയ്യുന്ന ആ സേവനത്തിന് ഭൂമിയോളം വിലയുണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം ഒരു ജീവിതം മറ്റൊരാളുടെ ജീവിതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുക. നമുക്കൊക്കെ സ്വസ്ഥമായിട്ട് എവിടെയും പോകാം. നമ്മുടെ മക്കളൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സ്വന്തം കാര്യങ്ങൾ അവർ സ്വയം ചെയ്യും, സ്വയം പര്യാപ്തരാകും. പക്ഷേ കുഞ്ഞിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. അതുകൊണ്ട് നിഷാത്തയോട് എനിക്ക് കരയണ്ട പോട്ടെ. നിഷാത്തയുടെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും നടക്കും ഇൻഷാ അല്ലാഹ്.